നമസ്കാരം. आशीर्वाद बाबा महाकाल बाबा भैरवनाथ बहन का काम अच्छा बनेगा इस साल जी. हमारा बेटी प्रधानमंत्री बनेगा. ആഹാ, ഇതിപ്പോൾ എത്ര പ്രധാനമന്ത്രിമാരാണ്? 3 പ്രധാനമന്ത്രിമാരോ? ഒരാൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റൊരാൾ ഫേസ്ബുക്കിലെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി. ഫേസ്ബുക്കിൽ ഈ കൊങ്ങികളും അതേപോലെ തന്നെ സുഡാപ്പികളും ഒക്കെ വാഴിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി. ഇതാ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക വാദ്ര ഗാന്ധിജിയെ ആസാമിലെ ഒരു സ്വാമി ഇപ്പോൾ ഭാവി പ്രധാനമന്ത്രിയായിട്ട് പ്രവചിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയാവട്ടെ എന്ന് അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ്. ചില സ്വാമിമാരെ നമ്മൾ ആസാമിമാർ എന്ന് വിളിക്കാറുണ്ട്. അതിപ്പോൾ നോക്കൂ, ആസാമിലെ ഒരു സ്വാമിയാണ് ഇപ്പോൾ പ്രിയങ്കയ്ക്ക് ഈ അനുഗ്രഹം കൊടുത്തിരിക്കുന്നത്, പ്രധാനമന്ത്രിയാവട്ടെ എന്ന്. അത് കേട്ടപ്പോൾ പ്രിയങ്കയ്ക്ക് തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതങ്ങോട്ട് വിടാം. കണ്ടല്ലോ പ്രിയങ്ക ഗാന്ധിയുടെ വേഷം കണ്ടല്ലോ, പ്രിയങ്ക വാദ്ര ഗാന്ധിജി. ഇതെങ്ങനെയാണ് മുഴുവൻ നമ്മൾ വായിക്കേണ്ടത്. വേഷം കണ്ടല്ലോ, ഏത് വേഷമാണ് എന്ന് കാണുമ്പോൾ തന്നെ ആരാണ് ഇത്തരം വേഷങ്ങളുമായിട്ട് നടക്കുന്നത് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ഹൈന്ദവരാണ് ഈ വേഷത്തിൽ. എപ്പോഴും അല്ല, പക്ഷേ ഈ വേഷം കണ്ടാൽ നമുക്കറിയാം അത് ഹൈന്ദവ വേഷമാണ്. ഈ മഹതി, അതായത് പ്രിയങ്ക വാദ്ര ഗാന്ധി, ഒരു 3 ദിവസത്തിന് മുമ്പാണ് പൊട്ടക്കാട്ടനൊരു ഡയലോഗ് അടിച്ചത്. നിങ്ങളുടെ മതം ഏതാണ് എന്ന് ചോദിക്കാത്ത ഒരു ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം, ലക്ഷ്യം എന്നാണ് ആ ഡയലോഗ്. എന്നിട്ട് അതിൻ്റെ ചൂടാറും മുമ്പേ, അല്ലെങ്കിൽ അച്ചടി മഷി മാറും മുമ്പേ അവർ ഏത് വേഷത്തിലാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. ആസാമിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ 30 കടന്നിട്ടില്ല എന്നാണ്, ശരാശരി 30 കടന്നിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. കടന്നോ ഇല്ലേ എന്നറിയില്ല, അത് കണക്കെടുത്താലേ അറിയത്തുള്ളൂ. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വന്നാൽ, അത് വയനാട്ടിലാവട്ടെ ഇനി ലോക്സഭയിലോ നിയമസഭയിലോ ആവട്ടെ, അവരൊരിക്കലും ഈ വേഷത്തിൽ നടക്കാറില്ല. ഇപ്പോഴും ഇവിടെ ഹൈന്ദവ ഭൂരിപക്ഷമാണ് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ കയ്യിലൊരു കറുത്ത ചരട് പോലും അവർ കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല, ഒരു കുറിയും തൊടുന്നില്ല. ഇവിടെ വരുമ്പോൾ ഈ വേഷത്തിൽ നടക്കാറില്ല. ഇവിടത്തേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് ആസാം. അവിടെ 40% മുകളിൽ ഇപ്പോൾ തന്നെയുണ്ട്. ഇനി അനധികൃതമായിട്ട് കടന്നു കയറിയവരുടെ എണ്ണം കൂടി എടുത്താൽ ഒരുപക്ഷെ അത് കൂടാനുള്ള സാധ്യതയാണ്. എന്നിട്ടും ആസാം പോലെ ഒരു സ്ഥലത്ത് എന്തിനാണ് ഇവർ ഈ വേഷം കെട്ടി നടക്കുന്നത്? ആർക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്. കേരളത്തിൽ പോലും അവർ ഈ വേഷത്തിൽ നടക്കാത്ത അവർ ആസാമിൽ 40% മുകളിൽ മുസ്ലിം ജനസംഖ്യ ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനൊരു വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നത്? അപ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലാകുന്നത്. അവിടെ എൻ ബ്ലോക്കായിട്ട് മുസ്ലിം വോട്ടൊക്കെ ചെയ്യാറുണ്ടെങ്കിലും അത് ചില പോക്കറ്റിൽ മാത്രമായിട്ട് കിടക്കുന്ന സംഗതിയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് 10 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം മാത്രം കിട്ടിയ സ്ഥലമുണ്ട്. 10 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷമാണ്. അപ്പം നമുക്ക് ഊഹിക്കാം ഏത് കൂട്ടരായിരിക്കും അവിടെ ബഹുഭൂരിപക്ഷം കിടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഭൂരിപക്ഷം വന്നത്. അപ്പോൾ അവർ ജീവിക്കുന്ന സ്ഥലങ്ങൾ ഇതുപോലെ ചില പോക്കറ്റുകളിൽ മാത്രമായിട്ട് ആ വോട്ട് കൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് ആ സംസ്ഥാനത്തിന് പറഞ്ഞ് പിടിക്കാൻ പറ്റത്തില്ല. പിടികിട്ടിയോ? അപ്പം സംഗതി എന്താണെന്ന് പിടികിട്ടിയോ? അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തെ ഹൈന്ദവരെ പറ്റിക്കാൻ വേണ്ടി ഇതുപോലെ വേഷം കെട്ടി നടക്കേണ്ടി വരും. അത് ആസാം പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് അവർ ഈ വേഷം കെട്ടൽ നടത്തുന്നത്. എന്തിനവർ യു പിയിൽ പോലും ഇത് ചെയ്യാറില്ല എന്ന് ഓർക്കണം. യു പിയിലോ ഗുജറാത്തിലോ പോലും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് ഓർക്കണം. അവരാണ് ആസാമിൽ പോയി ഈ അഭ്യാസം കാണിച്ചിരിക്കുന്നത്. പക്ഷേ ചിലവാകുമെന്ന് തോന്നില്ല. നിങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തവുമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തന്നെ പറയുന്നു, ഒരാളോട് മതം ഏതാണെന്ന് ചോദിക്കാത്ത ഒരു രാജ്യമാണ്, ഒരു ഇന്ത്യയാണ് നിങ്ങളുടെ സ്വപ്നം, ലക്ഷ്യം എന്ന് പറയുന്ന അതേ നിങ്ങൾ തന്നെ അതിൻ്റെ അടുത്ത ദിവസം പോയി ആസാമിൽ ഹൈന്ദവ വേഷത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ലക്ഷ്യം, അതിലേക്ക് നിങ്ങൾക്ക് പോലും ഒരു ചുവടെടുത്ത് വെക്കാൻ പറ്റുന്നില്ല. ആ നിങ്ങളാണ് ഇവിടെ നിന്ന് ഡയലോഗ് ഓടിക്കുകയും ഈ നാടകമൊക്കെ അഭിനയിക്കുകയും കാണുന്നത്. ഇതൊക്കെ നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇന്ന് ഇന്ത്യയിലുള്ള ഒട്ടുമിക്കവർക്കും ഉണ്ട്. അതിനാൽ തന്നെ ഈ നാടകവും ചീറ്റും. പിന്നെ ഇതേപോലുള്ള സ്വാമിമാരുടെ പ്രവചനം പോലെ പറയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പറയുന്ന മകൾ പ്രധാനമന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രവചന രീതിയിലുള്ള അല്ലെങ്കിൽ അനുഗ്രഹമൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഊറി ചിരിച്ചുകൊണ്ട് പോവാം. അതുമാത്രമേ അവസാനം മിച്ചം കാണൂ.